ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റവ തരിക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് റമദാനൊക്കെ ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവം കൂടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് തരിക്കഞ്ഞി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനായി ആദ്യം ഞാനൊരു പാനിൽ ഒരു 1/2 ലിറ്റർ പാല് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ പാല് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിയിൽ പിടിക്കാതെ തന്നെ നോക്കണം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് കിസ്മിസ് കൂടി ഇതുപോലെ ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ആവുന്നവരെ സോർട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കിസ്മിസൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ സോർട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. അതും ഇതുപോലെ നെയ്യിൽ തന്നെ സോർട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് വഴറ്റി കിട്ടണം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ ഈ വറവെല്ലാം കൂടി നമ്മളിനി റവയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ റവ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റമദാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.